ഹായ് ഡിയോസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി ഒരു ലോങ് വീഡിയോ ഷെയർ ചെയ്തിട്ട് കേട്ടോ. ഒരുപാട് പേര് മേക്കിംഗ് വീഡിയോസ് ഷെയർ ചെയ്യുമോ, മെറ്റീരിയൽ വീഡിയോസ് ഷെയർ ചെയ്യുമോ എന്നിട്ടൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ. പക്ഷെ നമുക്ക് എന്താ പറയുക, പേഴ്സണലി കുറച്ച് തിരക്കുകളിൽ പെട്ടുപോയി. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും ഷെയർ ചെയ്യാനായിട്ട് പറ്റാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ബീഡ്സിൻ്റെ. ഇത് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ട് കുറച്ച് ദിവസമായി. നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മുടെ കാറ്റലോഗിലെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും. അപ്പോൾ അതിൽ മെയിനായിട്ട് വന്നിട്ടുള്ളത് ജെല്ലി ടൈപ്പ് ബീഡ്സും അതുപോലെ തന്നെ ഫ്രോസ്റ്റ് ടൈപ്പിൽ വരുന്ന ഫ്ലവർ ബീഡ്സൊക്കെയാണ് കേട്ടോ. പിന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കുറച്ച് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്ന മെറ്റീരിയൽസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോ ലെങ്ത് ആവില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ജെല്ലി ബീഡ്സിൽ വന്നിട്ടുള്ള 4 ടൈപ്പ് ബീഡ്സാണ് ജെല്ലി ബീഡിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മൾട്ടി കളറിൻ്റെ പാക്കറ്റായിട്ടാണ് വരിക കേട്ടോ. 6-7 കളറാണ് ഇതിനകത്ത് ഉണ്ടാവുക ഒരു പാക്കറ്റിനകത്ത്. വൈറ്റ് ഉണ്ട്, യെല്ലോ, സ്കൈ ബ്ലൂ, 2 ടൈപ്പ് പിങ്ക് ഉണ്ട്, ലാവൻഡർ ഉണ്ട്. വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടാവും തോന്നുന്നു. ഇതാണല്ലേ, ഇതാണ് ജെല്ലി ബീഡ്സ്. കണ്ട ശരിക്കും നമ്മുടെ ഈ ഒരു ജെല്ലി മിഠായിയുടെ ഒക്കെ ആ ഒരു ടെക്സ്ചറിലാണല്ലോ, അതുകൊണ്ടാണ് ജെല്ലി ബീഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് ഹോൾ വരുന്ന ടൈപ്പാണ്. നിങ്ങൾക്ക് ഹെയർ ബോ ചെയ്യാം, അതുപോലെ തന്നെ അലിഗേറ്ററിൽ ചെയ്യാം, ജ്വല്ലറി ചെയ്യാം. ഓരോരുത്തരുടെ ഇമാജിനേഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ സെക്കൻഡ് ടൈപ്പ് വന്നിട്ടുള്ളത് കേട്ടോ. അതൊന്നും ബോട്ടിലാക്കിയിട്ടില്ല, ബോട്ടിലാക്കാനുള്ളൊരു ഒഴിവ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് കഴിയാനായിട്ടുണ്ട് സ്റ്റോക്ക് ഏകദേശം, കാരണം ഈ ഒരു ഓരോ പാക്കറ്റ്സും കൂടെ ഉള്ളൂ. നമ്മൾ പറഞ്ഞില്ല കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ ഇതിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് കുറേ ദിവസമായി കാറ്റലോഗിലൊക്കെ. ഇതിൻ്റെ സെൻറ്ററിലാണ് ഹോള് വരുന്നത് കേട്ടോ. ഇത് ഇയർ റിങ്സൊക്കെ ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ഹാങ്ങിങ്സ് കൊടുത്തിട്ട് ഇയർ റിങ്സ് ഹാങ്ങിങ് ആയിട്ട്, ഫോണിൻ്റെ ചാംസൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഹാങ്ങിങ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അടുത്ത് വന്നിട്ടുള്ളത് 2 ക്യൂട്ടായിട്ടുള്ള ടൈപ്പാണ് കേട്ടോ. ഇതൊരു റാബിറ്റിൻ്റെ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഓൾറെഡി പേസ്റ്റൽ ബീഡിൽ ബിയറും ബണ്ണിയുടെ ഹെഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഫുള്ളായിട്ട് ശരിക്കും ഒരു ഇതിപ്പോൾ ഏതിലാണ് ക്ലിയർ ആയിട്ട്, ഇതിന് കണ്ണും മൂക്കൊക്കെ ഉണ്ട്. ഇതാണല്ലേ, ശരിക്കും ഒരു മുയലിൻ്റെ സെയിം ഷേപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഹോള് വരുന്നത് ഇതാണ് ഹോള് വരുന്നത്. കുട്ടികൾക്കൊക്കെയുള്ള എന്തെങ്കിലും ആക്സസറീസിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരുടെ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ടെഡി ബിയറിൻ്റെ ഹോള് വരുന്നത് ഇതുപോലെയാണ്, വെർട്ടിക്കലായിട്ടാണ് വരുന്നത് കേട്ടോ. ഇത് മൾട്ടി കളറിൻ്റെ പാക്കറ്റ് 10 ഗ്രാമായിരിക്കും വരുന്നുണ്ടാവുക. 10 ഗ്രാമിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. ഇപ്പോഴത്തെ കറണ്ട് റേറ്റ് അനുസരിച്ച് 10 ഗ്രാമിന് 20 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രോസ്റ്റ് ടൈപ്പിൽ. ഫ്രോസ്റ്റ് കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്ന റേറ്റാണ് ഈ ഒരു ഗോൾഡ് ലൈനിൽ വരുന്ന ഫ്ലവർ ബീഡ്. ഗോൾഡ് ലൈനിൽ വരുന്ന ജെല്ലി ടൈപ്പ് ലീഫ്, പ്ലെയിൻ ലീഫ്, ഓണിയൻ ലീഫ്, പിന്നെ അതുപോലെ തന്നെ വേറെ ടൈപ്പ് ഫ്ലവർ ബീഡൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. പക്ഷേ ഈ ഒരു 5 പെറ്റൽ വരുന്ന ഈ ഒരു സെയിം പാറ്റേൺ ഒരുപാട് പേരായി നമ്മുടെ എൻക്വയറി ചെയ്യണം കേട്ടോ. ഇത് കൊണ്ടുവരും എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് റെഫറൻസ് ഫോട്ടോ ഒക്കെ അയച്ചിട്ടും നമ്മുടെ മെസ്സേജ് ചെയ്ത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന റേറ്റാണ്. പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതാണല്ലേ, ആ ഒരു ഗോൾഡ് ലൈൻ അതിലുണ്ടാവും. നല്ല ഷൈനിങ്, നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പാണ്. സെൻറ്റർ ക്ലിപ്പൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. ഹെയർ ബോ മാത്രമല്ല, നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഇതുകൊണ്ട് ഹെയർ ബോ മാത്രമാണ്. നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് അറിയാം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ മെസ്സേജൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഓരോ ഡിസൈന്, അതായത് ഹെയർ ബോ ചെയ്തതും ജ്വല്ലറി ചെയ്തതൊക്കെയുള്ള ഡിസൈനുകൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഫ്ലവർ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ജ്വല്ലറിയും ചെയ്യാം, മാലയൊക്കെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ എന്താ പറയുക, ഇയർ റിങ്സൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഒരു ലീഫിൻ്റെ ഷേപ്പിലാണ്. ലീഫ് വെച്ചിട്ട് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഫ്ലവേഴ്സ് ഉണ്ട്. ലീഫ് വെച്ച് ചെയ്യുന്ന ഫ്ലവേഴ്സ്, ആ ഒരു ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലീഫ് സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു പക്ഷേ മേക്കിംഗ് വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും റെഫറൻസിന് ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് എന്താ പറയുക,
ഓരോ ഡിസൈൻസ് ചെയ്ത് നോക്കാം. ഒരുപാട് പേര് ഇങ്ങനെ മേക്കിംഗ് വീഡിയോസ് ഷെയർ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇന്ന് ബൾക്കായിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് അവർ തന്നെ ഓരോ ഡിസൈൻ ഉണ്ടാക്കി ഷെയർ ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഫ്രോസ്റ്റ് ടൈപ്പിൽ തന്നെ ഈ ഒരു 5 പെറ്റൽ വന്നിട്ടുള്ള ഈ ഒരു ഫ്ലവർ കേട്ടോ. ഇതിൻ്റെ നമ്മുടെ കയ്യിൽ ഈ ഒരു ഡിസൈനിലുള്ള ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, ഇതും ഈ ഒരു ഗോൾഡ് ലൈനിൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒപ്പാക്ക് ടൈപ്പിൽ വരുന്നുണ്ട്, ഓഫ് വൈറ്റിൽ വരുന്നുണ്ട്. ഇപ്പോൾ ദേ ഈ ഒരു പേസ്റ്റൽ ഫ്രോസ്റ്റിലും അത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ 4 പെറ്റലും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മുടെ അടുത്ത് ഇതിൻ്റെ ഡാർക്കായിട്ട് വരുന്ന മൾട്ടി കളർ ഉണ്ട്, അതുപോലെ തന്നെ ഒപ്പാക്ക് ടൈപ്പിൽ വരുന്നതുകൊണ്ട്. ഇപ്പോൾ ദേ അതിൽ ഫ്രോസ്റ്റായിട്ട് വന്നിട്ടുള്ള ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വന്നത്. ഇതൊക്കെ ഈ ഒരു ഒറ്റ പാക്കറ്റ്സ് ഇപ്പോൾ സ്റ്റോക്കുള്ളൂ കേട്ടോ. നമ്മൾ സ്റ്റോക്ക് എടുത്ത് കഴിയാറായിരുന്നു. ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വരുമെന്ന് ചോദിച്ചാൽ സെയിം ഡിസൈൻ വരുമോ എന്നുള്ളത് അറിയില്ല. മാക്സിമം വരാറുണ്ട്, സെയിം ഐറ്റംസ് തന്നെ റീസ്റ്റോക്ക് വരാറുണ്ട് കേട്ടോ. പിന്നെ അതെ ഈ ഒരു ഓർക്കിഡ് ഷേപ്പിൽ വന്നിട്ടുള്ള ഇതിൻ്റെ തന്നെ ഫ്രോസ്റ്റ് ടൈപ്പ് വലിയ സൈസ് വേറൊരു 4 ഷെയ്ഡിൽ വൈറ്റിലും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇത് അതിൻ്റെ ചെറിയ സൈസാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ അലിഗേറ്ററിലൊക്കെ വെച്ച് കൊടുക്കാം, കമ്മലൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ സൈസിൽ വന്നിട്ടുള്ളതാണ്. ഇതും എല്ലാം 10 ഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആയിട്ടാണ് വരിക കേട്ടോ. പിന്നെ വന്നിട്ടുള്ള നമ്മുടെ ഒരു 4 പെറ്റൽ ഫ്ലവർ ഉള്ളത് ഫ്രോസ്റ്റ് ട്യൂലിപ്പ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് കാറ്റലോഗിൽ കാണാം കേട്ടോ. ട്യൂലിപ്പ് ഫ്ലവറിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് അങ്ങനെയായിരിക്കും കാറ്റലോഗിൽ ഉണ്ടാവുക. അതെ ഇതാണ്ടോ, ഇത് കുഞ്ഞിതാണ്. കുഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല ചെറുതാണ്. നമ്മൾ അപ്പോഴേ കാണിച്ചത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് അത്യാവശ്യം നല്ല വലുതാണ്. ഇത് പക്ഷേ അതിലും ചെറുതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇയർ റിങ്സിനൊക്കെ പറ്റിയ സൈസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും ചെറുതാണ് ഈ ഒരു ഫ്ലവർ. അതെല്ലാം തന്നെ ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യാം. വേറെ വലിയ ഫ്ലവർ ബീഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും ബീഡ്സാണ് ഫ്ലവർ ബീഡ്സിലും ജെല്ലി ബീഡ്സിലും ഗോൾഡ് ലൈൻ ഫ്ലവറിലൊക്കെ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ വേറെ 2 ഐറ്റം വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ കട്ട് ബീഡ്സ് ഉണ്ടല്ലോ, ഗ്ലാസ് ടൈപ്പ് കട്ട് ബീഡ്സിന് ഒരു സ്റ്റോൺ ബീഡ്സിന് നമുക്ക് നല്ല റേറ്റ് കൊടുക്കണം. നിങ്ങൾ 70 രൂപ 80 രൂപയ്ക്ക് തന്നെടുത്താലും അത് 1-1.5 ബ്രേസ്ലെറ്റിനൊക്കെ തികയുള്ളൂ. അപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് ഹോളോഗ്രാഫിക്കിൽ കട്ട് ബീഡ്സ് വന്നിട്ടുണ്ട്. ഇത് 10 ഗ്രാമിന് 18 to 20 രൂപ റേറ്റ് വരുന്നത്. കറക്റ്റ് റേറ്റ് എനിക്ക് ഓർമ്മയില്ല, കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗ്ലാസ് ബീഡ് പോലെ തന്നെ ഹോളോഗ്രാഫിക്കിൽ വന്നത്. ഇതിനൊക്കെ ഹോളുള്ള ബീഡാണ് കേട്ടോ. നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ്, മാല, ആക്സസറീസ് ചെയ്യാനായിട്ട് എന്താ പറയുക, ഏറ്റവും നല്ല ഒരു ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കാം. ഓക്കെ, മേക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒഴിവ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ തന്നെ ഈ ഒരു ഷൈനി പേസ്റ്റലിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഒരു ഗ്ലേസിങ് ചിലപ്പോൾ ഗ്ലേസിങ് മീൻസ് ഈ ഒരു പുറത്തുള്ള കോട്ടിങ്ങിന് പോകുമെന്നുള്ള എനിക്കറിയില്ല. ചില ഷൈനി ബീഡ്സ് പോകാറുണ്ട്, പക്ഷേ കളർ പോവില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് പുതിയതായിട്ട് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഐറ്റംസ് ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക്